ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിക്കുന്നു. കശ്മീർ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാന് ഇന്ത്യ നൽകാൻ പോകുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിനായി തയ്യാറാകുക എന്ന്. കനത്ത യുദ്ധ ജാഗ്രതയിലായിരിക്കണം രാജ്യം എന്നിപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു. ഉയർന്ന യുദ്ധ ജാഗ്രത പാലിക്കുക, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക, സായുധ സേനയോട് തയ്യാറാകുവാനാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ ഇപ്പോൾ പരിപൂർണമായി റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സിന്ധു നദീ കരാർ പോലും ഇന്ത്യ ഇപ്പോൾ സമ്പൂർണ്ണമായി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഇനി ഒരു ബന്ധവും വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ കൈകൾ എത്രത്തോളം ആഴത്തിലുണ്ട് എന്നതിലുള്ള തെളിവ് ശേഖരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നിരപരാധികളായ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 28 ഇന്ത്യക്കാരുടെ ജീവനാണ് പൊലിഞ്ഞത്. അവർ ഒരു ഗസ്റ്റ് ഹൗസിലെത്തി ഇസ്ലാമിക വാക്യങ്ങൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ വെടിവെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നേതാക്കൾ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ നേതാവായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, അമേരിക്കയുടെ നേതാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, ചൈന പോലും ഈ കാര്യത്തിൽ നടുക്കം രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരു പടി കൂടെ കടന്ന് റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുടിൻ പാകിസ്ഥാന് താക്കീത് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. തിരിച്ചടി വളരെ ഗുരുതരമായിരിക്കും, വളരെ കനത്തതായിരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പിന്തുണ വരുന്നു. ഇത്തരത്തിലുള്ള പിന്തുണകൾ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതാണ് എന്നുള്ളിടത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറെ വ്യാകുലപ്പെടുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് കുടുംബത്തോടൊപ്പം ഇന്ത്യയിലുള്ള സമയത്താണ് ഈ ഭീകരാക്രമണം എന്നുള്ളതാണ്, ഈ ഭീകരാക്രമണത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ സമ്പൂർണ്ണമായി ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള സകല ശ്രമങ്ങളും ഇന്ത്യ നടത്തുമെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. മുട്ടുമടക്കില്ല രാജ്യം എന്ന് തന്നെയാണ് അമിത്ഷാ കൃത്യമായി പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സജ്ജമാകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സേനയോട്. കരയുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് പല വിദഗ്ധരും പറയുന്നത്. ഇനിയും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സഹിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. അതിന്റെ ആവശ്യം നമ്മുടെ രാജ്യത്തിനില്ല. പാകിസ്ഥാനെക്കാട്ടിലും 10 മടങ്ങ് ഉയരത്തിലാണ്, പാകിസ്ഥാൻ ഇന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് നമ്മുടെ രാജ്യം സാമ്പത്തികമായും സൈനികപരമായും ജനങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിൽക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാൻ മറന്നു പോകരുത് എന്ന് തന്നെയാണ് സകല ഇന്ത്യക്കാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.